നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടാനപ്പേടിയിൽ ഉറക്കമില്ലാതെ ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആക്രമണകാരിയായ ചക്കക്കൊമ്പനടക്കമുള്ള കാട്ടാനക്കൂട്ടം ഉന്നതിയിൽ തമ്പടിക്കുന്നു. വേണ്ട സംവിധാനങ്ങളില്ലാതെ പ്രതിസന്ധിയിൽ സ്പെഷ്യൽ RRT സംഘം. ചിന്നക്കനാൽ 301 ഉന്നതി ഒഴിപ്പിക്കണമെന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ DCC പ്രസിഡന്റ് CP മാത്യുവിനും CPM പ്രാദേശിക നേതാവ് VX ആൽവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നതി നിവാസികൾ. ആനത്താരകൾ അടച്ച് ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണെന്ന ആരോപണം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ കർശന നിർദ്ദേശം. ഡീൻ കുര്യാക്കോസ് MPയുടെയും MLAമാരുടെയും നേതൃത്വത്തിൽ ചേർന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ യോഗത്തിലാണ് ആശുപത്രിയുടെ വികസനം ത്വരിതപ്പെടുത്താനുള്ള നിർദ്ദേശം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാങ്കുളത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. മുൻ MLA അഡ്വക്കേറ്റ് A. രാജ അനുവദിച്ച തുക വിനിയോഗിച്ച മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാനപ്പേടിയിൽ ഉറക്കമില്ലാതെ ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനക്കൂട്ടം ഉന്നതിയിൽ തമ്പടിക്കുന്നു. കാട്ടാനെ തുരത്താൻ വേണ്ട സംവിധാനങ്ങളില്ലാതെ പ്രതിസന്ധിയിൽ സ്പെഷ്യൽ RRT സംഘം. ആകെയുള്ളത് ഓടിയെത്താൻ ഒരു വാഹനം മാത്രം. ചിന്നക്കനാൽ 301 ഉന്നതി സ്ഥാപിച്ച 26 വർഷങ്ങൾ പിന്നിടുമ്പോഴും കുടിയിരുത്തിയ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഇന്നും ജലരേഖയായി മാറുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ആക്രമണകാരിയായ ചക്കക്കൊമ്പനും മറ്റു കാട്ടാനകളും കാട് കയറാതെ ഉന്നതിയിൽ തമ്പടിക്കുന്നത്. ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കി കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും വന്യജീവി പ്രതിരോധത്തിനായി കിടങ്ങോ ഫെൻസിങ്ങോ തീർത്തിട്ടില്ല. ആനയിറങ്കലിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനകൾ തമ്പടിക്കുന്നത് രാത്രി പകൽ വ്യത്യാസമില്ലാതെ 301. ജീവൻ ഭയന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് ഇവിടുത്തെ ആദിവാസി കുടുംബങ്ങൾ. കാട്ടാന പ്രതിരോധത്തിനായി വനംവകുപ്പ് നിയമിച്ചിരിക്കുന്ന RRT സംഘത്തിനാകട്ടെ വേണ്ട ഒരുവിധ സംവിധാനങ്ങളുമില്ല. രാത്രികാലത്ത് കാട്ടാന ഇറങ്ങിയാൽ വെളിച്ചത്തിന് ഒരു ടോർച്ച് പോലും നൽകിയിട്ടില്ല. ആകെയുള്ളത് ഒരു വാഹനം മാത്രവുമല്ല, വിവിധ ഇടങ്ങളിൽ കാട്ടാനകൾ ഒരേ സമയം ഒറ്റതിരിഞ്ഞും കൂട്ടമായി എത്തുമ്പോൾ ഓടിയെത്താനും ഇവർക്കാവുന്നില്ല. പല ദിവസങ്ങളിലും ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ. ചിന്നക്കനാലിൽ ആനക്കലിയുടെ ഇരകൾ ഇനിയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ ശാശ്വതമായ പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുക തന്നെ വേണം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ചിന്നക്കനാൽ 301 ഉന്നതി ഒഴിപ്പിക്കണമെന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ DCC പ്രസിഡന്റ് CP മാത്യുവിനും CPM പ്രാദേശിക നേതാവ് VX ആൽവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നതി നിവാസികൾ. തങ്ങൾ ഒരിടത്തേക്കും പോകാൻ തയ്യാറല്ലെന്നും ആനത്താരകൾ അടച്ച് ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണെന്നും അവരെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നും ആദിവാസി കുടുംബങ്ങൾ. ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല സാറേ. അതുപോലെ ഞങ്ങൾക്ക് പട്ടയം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ഞങ്ങൾ പണിയും. ഞങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾ പണിയണം. ഞങ്ങൾക്ക് പട്ടയം തന്നെ കറടയ്ക്കണ ഭൂമിയാ സാറേ. അതിന്റെ അകത്തുനിന്ന് എങ്ങോട്ട് ഇവിടെ പട്ടയമില്ലാത്ത ആൾക്കാരുണ്ട് സാറേ, അവരോട് ഒഴിവാൻ പറയട്ടെ. ഈ പറയുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയത്തില്ലേ പട്ടയം കൊടുത്തിട്ടില്ല, കയ്യേറിയ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സ്ഥലം ആദ്യം ഇറക്കട്ടെ. ഈ സർക്കാരിന് പറ്റുമോ? ഈ പറഞ്ഞ പാർട്ടിക്കാരെ കൊണ്ട് പറ്റുമോ? ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഇറക്കി വിട്ടെ. ഏക്കർ കണക്കിന് സ്ഥലത്ത് കയറിയിട്ടുണ്ട് അവര്. ഇറക്കട്ടെ, അവര് പറ്റുമോ? കഴിഞ്ഞ ദിവസമായിരുന്നു DCC പ്രസിഡന്റ് CP മാത്യു ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് 301 കോളനി സ്ഥാപിച്ചതാണ് കാട്ടാന ശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശം ആനത്താവളമാണെന്നും പ്രതികരണം നടത്തിയത്. പിന്നാലെ CP മാത്യുവിന് പിന്തുണ നൽകി പ്രാദേശിക CPIM നേതാവ് VX ആൽവിനും രംഗത്തെത്തി. 301 ഒഴിപ്പിക്കണമെന്ന തരത്തിൽ പ്രതികരണം നടത്തി. ഇതിനെതിരെയാണിപ്പോൾ ഉന്നതി നിവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാരാണ് തങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നത്. നേതാക്കന്മാർക്ക് എന്തും പറയാമെന്നും ഒരാൾ പോലും 301 നിന്ന് മാറാൻ തയ്യാറല്ലെന്നും കാണി മനോഹരൻ പറയുന്നു. ഇപ്പൊ സർക്കാർ തന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് സർക്കാർ തന്നെ അത് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇപ്പൊ നേതാക്കന്മാർക്ക് വല്ലതും പറയാം. ഞങ്ങൾ 26 വർഷമായിട്ട് ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ആരും മാറാനായിട്ടുള്ള തയ്യാറില്ല. കാരണം ഇപ്പൊ ഈ പഞ്ചായത്തിലിപ്പോൾ ഈ 300 വീട്ടുകാരെ മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അതൊക്കെ അവർക്ക് 19 ആനയെ മാറ്റാം. ആനയെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒരു 3 പഞ്ചായത്തുകാർക്ക് ഈ 19 ആനയെ മാറ്റിയ 3 പഞ്ചായത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടിലാകും. 301 ഒഴിപ്പിക്കണമെന്ന് പറയുന്നവർ കയ്യേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സർക്കാർ ഭൂമി കയ്യേറി ആനത്താരയിലാണ് റിസോർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും
തങ്ങളാരും ഒഴിഞ്ഞുപോകാൻ തയ്യാറല്ലെന്നും ആദിവാസി കുടുംബങ്ങളും പറയുന്നു. അല്ല, അതുപോലെ തന്നെ ഇവിടെ ഒരു സുരക്ഷിതമായ ഒരു ഇതും ചെയ്തിട്ടില്ല. ആദിവാസികൾക്ക് ഒത്തിരി ആനുകൂല്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും എവിടെയെങ്കിലും പോയി ആന അടിച്ച് ഞങ്ങൾ ഈ ആനക്കാട്ടിൽ തന്നെ കാണാം. അടിച്ച് കൊന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തട്ടിയിടുവോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ എന്നാ ഞങ്ങളാന്നാ പറയുന്നത്. 301 കോളനിക്കാരാന്നാ പറയുന്നത്. ഈ കാണാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കയ്യേറിയിട്ടുണ്ട്. ഈ കയ്യേറ്റക്കാരെ തന്നെ ഇവർ ഈ പാർട്ടിക്കാർക്ക് ആർക്കും കാണത്തില്ല. ആനത്താരെ കൊണ്ടല്ല ഇവരൊക്കെ ഓരോ റിസോർട്ടുകളും പണിത് കെട്ടിടങ്ങളും പണിത് വെച്ചിരിക്കുന്നത്, കയ്യേറിയിരിക്കുന്നത്. അവരൊക്കെ ഒഴിപ്പിക്കാൻ തന്നെ ഇവർ പറയാത്തത്. അവരെ ഒഴിപ്പിക്കാൻ പറയാം. 301 കോളനിയിൽ ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നത് ഞങ്ങളോടൊന്ന് കുടിയിറക്കാനല്ല എടുത്തിരിക്കുന്നത്. ഓരോ സഖാക്കളും നേതാക്കന്മാരും പറയുന്നുണ്ട് ഇവിടുന്ന് ഇറക്കണമെന്ന്. ഞങ്ങൾ ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ലെങ്കിലോ? ആനയെ മാറ്റുകയും തങ്ങൾക്ക് സുരക്ഷിതത്വവും ഒരുക്കണമെന്നും ജില്ലാ കളക്ടർമാരടക്കം നേരിട്ടെത്തി സന്ദർശനം നടത്തിയിട്ട് നൽകിയ ഉറപ്പുകൾ ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഇവർ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകിയെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു. സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കാട്ടാനശല്യം രൂക്ഷമായ ചിന്നക്കനാൽ 301 ഉന്നതിയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രൻ സന്ദർശനം നടത്തി. ഉന്നതിയിൽ നിന്നും കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കാൻ വാഹന സൗകര്യവും പ്രതിരോധ സംവിധാനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും കുടിനിവാസികളെ ഒഴിപ്പിക്കുകയെന്നത് പ്രായോഗികമല്ലെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർ നൽകുമെന്നും ബുൾബേന്ദ്രൻ വ്യക്തമാക്കി. കാട്ടാനകൾക്ക് നടുവിലാണ് ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം. കുടിയിരുത്തി 26 വർഷം പിന്നിടുമ്പോൾ കുടുംബങ്ങളെ ഒഴിപ്പിക്കുക എന്ന് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ അത് പ്രായോഗികമല്ല. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സ്കൂളുകളിലെത്താൻ വാഹന സൗകര്യമൊരുക്കണം. ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. മാറ്റുന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണമെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഇവർക്ക് സ്കൂളിൽ പോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് കളക്ടർ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടത് ഇവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാനെങ്കിലും ഒരു സ്കൂൾ ബസ്, ചെറിയ വണ്ടി ഇതിലെ കടന്നു പോകുന്ന ജീപ്പെങ്കിലും അറേഞ്ച് ചെയ്ത് ഇവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ശക്തമായിട്ട് തന്നെ ആനകളുടെ മേഖലയാണ്, ആനകളുടെ ആവാസ വ്യവസ്ഥയാണ്. ഇവരെ കൊണ്ടുവന്ന് ഇവിടെ കുടിയിരുത്തിയ സ്ഥിതിക്ക് ഇവരുടെ വീടുകളും വഴിയിൽ നിന്ന് ആന ആക്രമിക്കാത്ത രീതിയിൽ ശക്തമായ രീതിയിൽ ട്രെഞ്ചോ ഫെൻസിങ്ങോ ഉടനടി ചെയ്യുക. അല്ലാതെ ഇവരെ ഇവിടുന്ന് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം മാറ്റാൻ എളുപ്പമല്ല. കാരണം ഇത്രയും കുടുംബങ്ങൾക്ക് സ്ഥലം ഇന്നും കിടക്കുവാണ്. ആന അടിച്ചിങ്ങനെ 47ാമത്തെ ആളെയും കൊന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പലായനം ചെയ്താണ്. പക്ഷേ അവരുടെ ചങ്കും ഊരും എല്ലാം ഇവിടെ കിടക്കുകയാണ്. അവർക്ക് കിടക്കാനുള്ള സ്ഥലം ഇവിടെ കിടക്കുകയാണ്. വാടകയ്ക്കൊക്കെ പോയി അവർ താമസിക്കുന്നത്. ആനശല്യം രൂക്ഷമാകാൻ കാരണം ആദിവാസി കുടുംബങ്ങളല്ല, മറിച്ച് റിസോർട്ട് മാഫിയായുടെ കടന്നുകയറ്റവും JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങളാണെന്നും ഇക്കാര്യങ്ങളിലെല്ലാം നടപടി ഉണ്ടാകണമെന്നും ബുൾബേന്ദ്രൻ പറയുന്നു. ഇപ്പൊ ആന ഇവർക്കല്ല ശല്യം. നാട്ടുകാർ ഇവിടെ കയറി, റിസോർട്ട് മാഫിയകൾ കയറുന്നു, ഏലകൃഷിക്ക് നാട്ടുകാർ കയറുന്നു, യന്ത്രങ്ങൾ ഇന്നിപ്പോൾ ഇപ്പോൾ അവിടെ കിടക്കണു. ഇതിൻ്റെ എല്ലാം ഒച്ചവും ബഹളവും കേട്ട് ആന വയലൻ്റ് ആകുമ്പോഴും ഇവരങ്ങ് പോകും വൈകുന്നേരം. പിന്നെ ഇവരുടെ പിള്ളേരോ ഇവരോ വേണം ചവിട്ട് മേടിക്കാൻ ആനയുടെ. അതുകൊണ്ട് ഇതിനൊക്കെ ശക്തമായിട്ട് DFOയും കളക്ടറും എല്ലാം ശ്രദ്ധിച്ച് ഈ ട്രസ്പാസ് ഇവിടെ പുറമേ നിന്നുള്ള ആളുകളുടെ ട്രസ്പാസ് ഞങ്ങൾ ഇപ്പോൾ നേരിട്ട് കണ്ടു. യന്ത്രങ്ങൾ വന്ന് JCBക്കാണ് പണിയുന്നത്. തൊട്ടടുത്ത് ആന നിൽക്കുക, അതെല്ലാം നിർത്തിക്കണം. ഞങ്ങൾ ഇതിനെതിരെ റിപ്പോർട്ട് ഉടനടി തന്നെ കളക്ടർക്കും അതുപോലെ വനം മന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. നേരിട്ടെത്തി ബോധ്യപ്പെട്ട വിഷയങ്ങൾ ബന്ധപ്പെട്ട അധികൃതരെ നേരിട്ടറിയിക്കും. കാട്ടാന പ്രതിരോധത്തിന് ആവശ്യമായ പഠനം നടത്തി ശാശ്വതമായ പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കണമെന്നും ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ കർശന നിർദ്ദേശം. ഡീൻ കുര്യാക്കോസ് MPയുടെയും MLAമാരായ റോയ് കെ പൗലോസ്, സേനാപതി വേണു, സിറേക് തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ യോഗത്തിലാണ് ആശുപത്രി വികസനം ത്വരിതപ്പെടുത്താനുള്ള നിർദ്ദേശം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം, NOC ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അവലോകനം ചെയ്തു. 16.2 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കരാറുകാരനുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിലുള്ളതിനാലാണെന്ന് നിർമ്മാണ ഏജൻസിയായ കിഡ്കോ അറിയിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്തു നൽകിയ ശേഷം റീടെൻഡർ വിളിക്കാൻ യോഗം നിർദ്ദേശിച്ചു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കിഡ്കോയ്ക്ക് കർശന നിർദ്ദേശം നൽകി. 9.66 കോടി ചെലവിൽ നിർമ്മിക്കുന്ന 11 kV സബ്സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള കരാർ ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സം നീക്കാൻ സർക്കാർ തലത്തിൽ അനുമതി തേടും. 10.8 കോടി ചെലവിൽ നിർമ്മിക്കുന്ന ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന് ഭരണാനുമതി ലഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയായി. ഹോസ്റ്റൽ ജൂലൈ 15 മുതൽ പ്രവർത്തന സജ്ജമാകും. അനധ്യാപക ജീവനക്കാർക്കുള്ള ഹോസ്റ്റൽ ഓഗസ്റ്റ് അവസാനത്തോടെയും ഇന്റേൺസായ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ ഡിസംബർ 31 നിർമ്മാണം പൂർത്തിയാക്കും.
വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം ഓഗസ്റ്റ് 20-നകം പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എംപിക്കൊപ്പം MLA-മാരായ റോയ്ക്ക പൗലോസ, സേനാപതി വേണു, സിറിയക് തോമസ് എന്നിവർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ജ്യോതിമോൾ, മെഡിക്കൽ കോളേജ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാങ്കുളത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. മുൻ MLA അഡ്വക്കേറ്റ് എ രാജ അനുവദിച്ച തുക വിനിയോഗിച്ച മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. മാങ്കുളം ടൗണിൽ റേഷൻ കട സിറ്റിക്ക് സമീപമാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. ടൂറിസം മേഖലയിലടക്കം വികസന പാതയിലുള്ള പഞ്ചായത്താണ് മാങ്കുളം. ഏറെ നാളത്തെ കാത്തിരിപ്പിനും ആവശ്യങ്ങൾക്കും ഒടുവിലാണ് മാങ്കുളത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. മുൻ MLA അഡ്വക്കേറ്റ് എ രാജയെ അനുവദിച്ച തുക വിനിയോഗിച്ച മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. മാങ്കുളം ടൗണിൽ റേഷൻ കട സിറ്റിക്ക് സമീപമാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. മണ്ണ് നീക്കിയുള്ള നിർമ്മാണ ജോലികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾ നടക്കുമെന്ന് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു ജോസ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോ ആദ്യഘട്ടം അതിന്റെ മണ്ണ് എടുക്കലും കല്ല് കെട്ടുമായിട്ടുള്ള ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 അനുവദിച്ച ഫണ്ടാണ്. ഇപ്പോ വളരെ അടിയന്തരമായിട്ട് തന്നെ അത് മഴക്കാലത്തിന് മുമ്പ് തന്നെ ആ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് അതിന്റെ ആദ്യ സെക്ഷൻ മണ്ണെടുപ്പ് ജോലികൾ പൂർത്തീകരിച്ച് നിലവിൽ പള്ളി സിറ്റിക്ക് സമീപം റോഡരികിലാണ് മാങ്കുളത്തെത്തുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. ദീർഘദൂര KSRTC ബസ്സുകൾ ഉൾപ്പെടെ മാങ്കുളത്തു നിന്നും സർവീസ് നടത്തുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടാൽ മാങ്കുളം ടൗണിന്റെ വികസനത്തിന് കരുത്താകുമെന്നതാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ അടിമാലി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
വീണ്ടും വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭാ പരിധിയിലും പരിശോധന ശക്തം. നഗരസഭാ അധികൃതരും പോലീസും നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടക്കം പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയ പഴകിയ ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഒരു കട അധികൃതർ അടച്ചുപൂട്ടി. പരിശോധന കർശനമായി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമെത്തുന്ന കട്ടപ്പനയിൽ ലഹരിയുടെ കടന്നുകയറ്റം വലിയ തോതിൽ നടക്കുന്നുണ്ടെന്ന പരാതികൾ മുമ്പ് ഉയർന്നിരുന്നു. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ കട്ടപ്പനയിൽ സജീവമായി തുടരുകയാണല്ലേ? ആഞ്ഞടിച്ച് ഓപ്പറേഷൻ തൂഫാൻ കട്ടപ്പന നഗരസഭ അധികൃതരും അതോടൊപ്പം തന്നെ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കട്ടപ്പന നഗരസഭയിൽ ഞായറാഴ്ച ദിവസങ്ങളിലും അതിനോടൊപ്പം അനുബന്ധിച്ച് നടന്നിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയ പഴകിയ ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിക്കുവാൻ കഴിഞ്ഞത്. ഇത് സിറ്റി വിഷൻ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഞായറാഴ്ച ദിവസമായാൽ മലയാളികൾക്കടക്കം കട്ടപ്പനയിൽ ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ലഹരിക്ക് അടിമപ്പെട്ട് മദ്യവും മയക്കുമരുന്നും സേവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ കട്ടപ്പനയിൽ പതിവായിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ന് കട്ടപ്പന നഗരസഭയിൽ അനവധി പുകയില ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ പഴകിയ ഭക്ഷണ സാധനങ്ങളും ഒക്കെ പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. ജിലേബി അതോടൊപ്പം തന്നെ സമൂസ അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ നേരത്തെ പാകം ചെയ്ത് വെക്കുകയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് അവ പാകം ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ വരുന്ന തൊഴിലാളികൾക്ക് ഇവർ വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇന്ന് നഗരസഭാധികർ പിടിച്ചെടുത്തത്. ഒന്നോ രണ്ടോ കടകൾ പൂട്ടിക്കുന്ന അവസ്ഥ ഇന്ന് ഉണ്ടായി. വരും ദിവസങ്ങളിൽ നഗരസഭ അധികൃതരുടെയും പോലീസിന്റെയും പരിശോധനകൾ കർശനമായി തുടരുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഈ ചെറിയൊരു മിനി പെരുമ്പാവൂരായിത്തീരുന്ന കട്ടപ്പന ഈ ഓപ്പറേഷൻ തൂഫാൻ മൂലം ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അതൊരു വലിയ ഒരു ആഹ്ലാദത്തിന് കാരണമായി തീരുന്ന നടപടിയായി തീരുക തന്നെ ചെയ്യും. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കമായി. സമ്മേളനം നഗരിയിൽ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമിട്ടത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1992 ശേഷം 2026 ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് അടിമാലി വേദിയാകുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ.വി. സനോജ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിക്കൊട്ടും മങ്ങലേൽക്കില്ല, അതിന്റെ പ്രാധാന്യം കുറയില്ല എന്നുള്ളതാണ് ലോകത്താകെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അത് മനസ്സിലാക്കണമെങ്കിൽ, അതിനെ ശരിയായ നിലയിൽ വിലയിരുത്തണമെങ്കിൽ നല്ല രാഷ്ട്രീയ ധാരണയുള്ള ആളുകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ വേണ്ടി കഴിയേണ്ടതാണ്. അങ്ങനെ നല്ല രാഷ്ട്രീയ ധാരണയുള്ള ഒരു നേതൃത്വത്തിന് മാത്രമേ ഈ പ്രതിസന്ധി കാലത്ത് ഈ വലതുപക്ഷത്തിന്റെ ഇത്രയും വലിയ പ്രചാരവേല ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും പുരോഗമന രാഷ്ട്രീയത്തെയും എല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭത്തിൽ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കഴിയൂ എന്നത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തതയും ബോധ്യവും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ, സംസ്ഥാന ട്രഷറർ എസ്.ആർ. അരുൺ ബാബു, സ്വാഗത സംഘം ചെയർമാൻ കെ.വി. ശശി, മുൻ എം.എൽ.എ. എ. രാജ തുടങ്ങിയ നിരവധി ബ്ലോക്ക് ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി നിരവധി പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിനെത്തിയത്. സിറ്റി വിഷൻ അടിമാലി. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി ഹൈറേഞ്ച് മേഖലയിലെ യാത്രക്കാർക്ക് പൂർണ്ണതോതിൽ പ്രയോജനപ്പെടില്ല. ആവശ്യത്തിന് ഓർഡിനറി സർവീസുകൾ ഇല്ലാത്തതാണ് പ്രധാന കാരണം. KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, മറ്റു ഉയർന്ന നിരക്കുള്ള സർവീസുകളാണ് പല റൂട്ടുകളിലും കൂടുതലായി സർവീസ് നടത്തുന്നത്. സൗജന്യ യാത്രാ ആനുകൂല്യം ലഭിക്കുന്നത് ഓർഡിനറി സർവീസുകളിലായതിനാൽ ജോലി, പഠനം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദിവസേന യാത്ര ചെയ്യുന്ന നിരവധി സ്ത്രീകൾക്ക് നിർബന്ധിതമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്.
ഗ്രാമീണ മേഖലകളിൽ നിന്ന് പട്ടണങ്ങളിലേക്കുള്ള പല റൂട്ടുകളിലും ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന റൂട്ടുകളിൽ കൂടുതൽ ഓർഡിനറി സർവീസുകൾ അനുവദിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയുടെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്നാണ് യാത്രക്കാർ പറയുന്നത്. അതായത് കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിലുള്ള യാത്ര സൗജന്യമാക്കിയത് തികച്ചും സ്വാഗതാർഹമാണ്. പക്ഷേ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ KSRTC ഓർഡിനറി ബസ്സുകൾ കുറവാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ ദൗർലഭ്യം പരിഹരിക്കാൻ സർക്കാർ ഒരു നടപടി സ്വീകരിക്കണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ സ്ത്രീകൾ കൂടുതലും കൃഷിക്കാരാണ്, കൃഷിപ്പണിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ഇങ്ങനൊരു സൗജന്യ യാത്ര കിട്ടിയത് വളരെ 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 നല്ല കാര്യമാണ്. ഓർഡിനറി സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും നിലവിലെ സർവീസുകളുടെ സമയക്രമം പുനഃപരിശോധിക്കണമെന്നും വിവിധ യാത്രാ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് KSRTC അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ ഉടുമ്പൻചോല. കുമളി ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നടപടികൾ ശക്തമാക്കി കുമളി പഞ്ചായത്ത്. വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറിയ തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിനുള്ള പ്രത്യേക ദൗത്യമാണ് പഞ്ചായത്ത് ആരംഭിച്ചത്. കുമളി ടൗൺ, KSRTC സ്റ്റാൻഡ്, റോസാപ്പൂക്കണ്ടം, താമരക്കണ്ടം, ആനവച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. തെരുവുനായകളുടെ ആക്രമണ ഭീഷണി സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിനെ തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് നടപടികൾക്ക് തുടക്കമിട്ടത്. തമിഴ്നാട്ടിൽ നിന്ന് തെരുവുനായകളെ സുരക്ഷിതമായി പിടികൂടാൻ പ്രത്യേക പരിശീലനം നേടിയ സംഘത്തെ എത്തിച്ചാണ് ദൗത്യം ആരംഭിച്ചത്. ഇതിനകം 12 തെരുവുനായകളെ പിടികൂടിയിട്ടുണ്ട്. ഇവയ്ക്ക് വാക്സിനേഷനും മറ്റു പ്രാഥമിക പരിചരണങ്ങളും നൽകിയ ശേഷം ഷെൽട്ടർ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് അറിയിച്ചു. ഏതാണ്ട് 12ഓളം നായ്ക്കളെ ഇന്ന് നമ്മൾ പിടികൂടിയിട്ടുണ്ട്. അവയെ നമ്മൾ നമ്മുടെ പ്ലാന്റിലെ MCFൽ എത്തിച്ച് അവിടെ വാക്സിനേഷൻ നടത്തി ആവശ്യമായ മറ്റു നടപടികളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തുടർ ദിവസങ്ങളിലും ഉടമസ്ഥരില്ലാതെ നായ്ക്കൾ അലഞ്ഞു തിരിയുന്നതായി കണ്ടാൽ അത് ഏത് പ്രദേശത്താണെങ്കിലും അവയെ പിടിച്ച് ആവശ്യമായ വാക്സിനേഷൻ നൽകി അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും തെരുവുനായകളെ പിടികൂടുന്ന നടപടി തുടരുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കുമളി മേഖലയിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം വീടുകളിൽ വളർത്തുന്ന നായകൾക്ക് ബെൽറ്റും നിയന്ത്രണ സംവിധാനങ്ങളും നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് പഞ്ചായത്ത് വീണ്ടും ഓർമ്മിപ്പിച്ചു. പല വളർത്തുനായകളും നിയന്ത്രണമില്ലാതെ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വളർത്തുനായകളുടെ ഉടമകൾ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചു. സിറ്റി വിഷൻ കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനപ്പേടിയിൽ ഉറക്കമില്ലാതെ ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആക്രമണകാരിയായ ചക്കക്കൊമ്പനടക്കമുള്ള കാട്ടാനക്കൂട്ടം ഉന്നതിയിൽ തമ്പടിക്കുന്നു. വേണ്ട സംവിധാനങ്ങളില്ലാതെ പ്രതിസന്ധിയിൽ സ്പെഷ്യൽ RRT സംഘം. ചിന്നക്കനാൽ 301 ഉന്നതി ഒഴിപ്പിക്കണമെന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ DCC പ്രസിഡന്റ് CP മാത്യുവിനും CPM പ്രാദേശിക നേതാവ് VX ആൽവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നതി നിവാസികൾ. ആനത്താരകൾ അടച്ച് ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണെന്ന ആരോപണം. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ കർശന നിർദ്ദേശം. ഡീൻ കുര്യാക്കോസ് MPയുടെയും MLAമാരുടെയും നേതൃത്വത്തിൽ ചേർന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ യോഗത്തിലാണ് ആശുപത്രിയുടെ വികസനം ത്വരിതപ്പെടുത്താനുള്ള നിർദ്ദേശം. എയർ
ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാങ്കുളത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. മുൻ MLA അഡ്വക്കേറ്റ് A. രാജ അനുവദിച്ച തുക വിനിയോഗിച്ച മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.